മനോഹരമായ ഒരു പ്രദേശം. ആ പ്രദേശത്തിൻ്റെ അരയിലൂടെ ഒഴുകുന്ന ഒരു പുഴ, ഒരു തോട്. ആ തോടിൻ്റെ കരയിൽ മനോഹരമായ പൂക്കൾ, പിച്ചിപ്പൂ, തെറ്റിപ്പൂ എന്ന് പറയേണ്ട പലതരം പൂക്കൾ. എന്നും രാവിലെ ചിരിതയും ചിത്തിരയും പൂക്കൾ പറിക്കാനായി അവിടെ വരാറുണ്ട്. അവർ പൂക്കൾ പറിച്ച് കൊണ്ടുവന്ന് ഒരുക്കുമ്പോഴാണ് അങ്ങക്കരയിൽ നിന്ന് ഒരാൾ വരുന്നത്. അത് മറ്റാരുമല്ല, ചിരിതയുടെ മുറച്ചെറുക്കനാണ്. പക്ഷേ ചിരിതയ്ക്ക് അയാളെ ഇഷ്ടമല്ല. അന്ന് അയാൾ എന്തൊക്കെ ചോദിച്ചു, പക്ഷേ അവർ എതിർത്ത് പറഞ്ഞുകൊണ്ട് അവർ നടന്നകന്നു. അപ്പോഴാണ് മറ്റൊരു ഗ്രാമപ്രദേശം, വിശാലമായ സുന്ദരമായ ഒരു ഗ്രാമീണ പ്രദേശം. അവിടെ താമസിക്കുന്ന ഒരു പണക്കാരനായ രാജശേഖരൻ തമ്പി, മറ്റൊരു കോണിൽ ചെറുതരത്തിൽ ജീവിക്കുന്ന ഒരു കുടുംബം, വിശ്വനാഥനും കുടുംബവും. അയാൾക്ക് 4 മക്കളാണ്. അതിൽ രണ്ടാമത്തവനാണ് സുഗുണൻ യാദൃശ്ചികമായി രാജശേഖരൻ തമ്പിയുടെ മകളെ കണ്ടുമുട്ടുന്നു. അവർ പരസ്പരം മിണ്ടുന്നു, സംസാരിക്കുന്നു. അങ്ങനെ പല ദിവസങ്ങളിൽ അവർ കാണുകയും മിണ്ടുകയും സംസാരിക്കുകയും ചെയ്തു. അവർ പരസ്പരം അടുക്കാൻ തുടങ്ങി. അപ്പോൾ അവളുടെ സഹോദരി ഒരു ദിവസം ഇത് ഒളിച്ചു നിന്ന് കണ്ട് ഇവനൊരു പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, എടാ, നീ അതുകൊണ്ട് ഒന്നും വിഷമിക്കണ്ട, നിനക്ക് അവളെ പറഞ്ഞ് ഞാൻ ശരിയാക്കി തരാം, നിൻ്റെ പെണ്ണാക്കി ഞാൻ മാറ്റിത്തരാം. അപ്പോൾ അവനത് സന്തോഷമായി, വിശ്വാസമായി. സഹോദരിയല്ലേ, സഹോദരി ചെന്ന് അവളോട് ഇവനെക്കുറിച്ച് നല്ല രീതിയിലൊരു പാരയങ്ങ് വെച്ച് കൊടുത്ത്. അപ്പോഴത്തേക്കും അവൾക്ക് മനസ്സിൽ ചെറിയ ചലഞ്ചാട്ടം ഉണ്ടായി. അപ്പോഴേക്കും അവളെ ഉള്ളിൽ ഇവൻ കടന്നു കയറിയിരുന്നു. അവൾക്ക് പറിച്ചറിയാൻ പറ്റാത്ത വിധം അവൾക്ക് സ്നേഹം. അങ്ങനെ ഇരിക്കെയാണ് സഹോദരി ചെയ്ത ചതി ഇവന് മനസ്സിലാവുന്നത്. സുഗതൻ ഓടിച്ചെന്ന് അപ്പോൾ സുഗതൻ്റെ സഹോദരി ഒരു മൂലയ്ക്കൽ കയറി ഒരു അലമാരയുടെ മണ്ടയിൽ കയറിയിരുന്നു. അവൾ എന്തൊക്കെ ചെയ്തിട്ടും അവളെ അതിൽ നിന്നും ഇറക്കാൻ സാധിച്ചില്ല. യവൻ അവിടെ നിന്ന് പോയി വീണ്ടും അവളെ കാണാനായി. അവിടെ ചെന്നപ്പോൾ അവനെ മൈൻഡ് ചെയ്തില്ല. അവന് വളരെയധികം പ്രയാസമായി. ആ സന്ദർഭത്തിൽ രാജശേഖരൻ തമ്പി സുഗതനുമായുള്ള അടുപ്പം മനസ്സിലാക്കുന്നു, അറിയുന്നു. മറ്റ് ആരുമല്ല, അയാളുടെ ഡ്രൈവർ രാജശേഖരൻ തമ്പിയെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അങ്ങനെ രാജശേഖരൻ തമ്പിയുടെ മകൾക്ക് വിവാഹാലോചന പലതും വരുന്നു. വിവാഹം ഉറപ്പിക്കുവാൻ രാജശേഖരൻ തമ്പി തീരുമാനിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഇതറിഞ്ഞ സുഗതനും രാജശേഖരൻ തമ്പിയുടെ മകളും മഞ്ചരിയും ഒളിച്ചോടാൻ തന്നെ തീരുമാനിച്ചു. ഇത് മനസ്സിലാക്കിയ ഡ്രൈവർ ഇവർ രണ്ടുപേരെ സൂത്രത്തിൽ കാറിൽ കയറ്റി, നിങ്ങൾക്ക് എവിടെ പോകണം, ഞാൻ കൊണ്ടാക്കി തരാം, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളുടെ ആഗ്രഹം പോലെ കാര്യങ്ങൾ നടക്കും, അതിനുള്ള വഴി ഞാൻ തയ്യാറാക്കിത്തരാം. അങ്ങനെ അവർ മുന്നോട്ട് ചെന്നപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഈ ഡ്രൈവർ പുറത്തേക്കിറങ്ങി. അവിടെ കുറേ ഗുണ്ടകളുണ്ടായിരുന്നു. ആ ഗുണ്ടകൾ ഇവനെ തല്ലിച്ചതച്ചു. മറ്റവൻ കാറും വിട്ടുപോയി. അവൾ കിടന്ന് നിലവിളിച്ചു, പരിഭ്രമിച്ചിട്ടും ഒരു കാര്യം ഉണ്ടായില്ല. അവനെ തല്ലിക്കൊന്നു അവിടെ അടുത്തുള്ളൊരു കായലിൽ വലിച്ചെറിഞ്ഞു. അവൻ മരിച്ചെന്ന് കരുതി അവർ മടങ്ങിപ്പോയി. രാജശേഖരൻ തമ്പിയെ വിവരമറിയിച്ചു. മഞ്ചരിക്ക് പല വിവാഹ ആലോചന വന്നു. ഒന്നും നടക്കാൻ അവൾ അനുവദിച്ചില്ല. കാരണം അവനോടുള്ള അത്രയധികം സ്നേഹം അവളുടെ ഉള്ളിൽ കടന്നു കയറിയിരുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ഒരു കാട്ടുജാതിയിൽപ്പെട്ട 2 പെൺകുട്ടികൾ ഇവരെ വരുമ്പോൾ ഒരാളിങ്ങനെ വെള്ളം
വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത് കാണുന്നു. അങ്ങനെ അവർ മറ്റാരൊക്കെ വിളിച്ചു വരുത്തി ഇവരെ എടുത്ത്, അവർ വളരെ നല്ലവരായിരുന്നു. ഇവനെ വലിച്ചെടുക്കുമ്പോൾ അവൻ്റെ കാലിൽ ഒരു കയർ കുടുങ്ങി കിടപ്പുണ്ടായിരുന്നു, ഒരു പെട്ടി. പക്ഷേ ആ പെട്ടി അവൻ്റേതാണെന്ന് കരുതി ആ പെട്ടി അവർ സൂക്ഷിച്ചു. അവന് വേണ്ടുന്ന ചികിത്സയും കാര്യങ്ങളും എല്ലാം കൊടുത്തു. അവൻ നോർമലാവുന്നതുവരെ അവർ കാത്തിരുന്നു. നോർമലായപ്പോൾ ഒരു ദിവസം മഞ്ജരി, ചിത്രയുടെ കൂട്ടുകാരി, അവൾ ചെന്നു വിവരം പറഞ്ഞു, ഇങ്ങനൊരു പെട്ടി നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ഇത് നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളായിരിക്കുമെന്ന് കരുതി ഞങ്ങൾ എടുത്ത് സൂക്ഷിച്ചു വെച്ചതാണ്, ഇത് നിങ്ങൾ തന്നെ സൂക്ഷിച്ചോളൂ. അവനൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കുറേ കഴിഞ്ഞപ്പോൾ അവരെല്ലാം പുറത്തുപോയി തക്കത്തിന് ഇയാൾ ആ പെട്ടി തുറന്നു. ആ പെട്ടി തുറന്നപ്പോൾ ഇയാൾ തന്നെ അന്തം വിട്ടുപോയി. ആ പെട്ടി നിറയെ സ്വർണ്ണമായിരുന്നു. കാരണം ഈ കള്ളക്കടത്തും കൊള്ളയോ എല്ലാം നടക്കുന്ന ഒരു മേഖലയിലായിരുന്നു. കാരണം കായലിലേക്ക് വലിച്ചെറിഞ്ഞ് അറിയുന്ന പെട്ടിയിൽ ഒരെണ്ണം ഇവരുടെ കാലിൽ കുടുങ്ങി. അങ്ങനെയാണ് ഇവൻ്റെ കയ്യിൽ ആ പെട്ടി വന്ന് പെടുന്നത്. അങ്ങനെ അവൻ പതിയെ ആ പെട്ടി പ്രയോജനപ്പെടുത്തുവാൻ അവൻ തന്നെ തീരുമാനിച്ചു. കാരണം തൻ്റെ പണമില്ലായ്മയാണല്ലോ അവർ എന്നെ തല്ലിച്ചതച്ച് കായലിലേക്ക് എറിഞ്ഞത്. തൻ്റെ പെണ്ണിനെ അവർ മറ്റൊരാൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തത്. അതെല്ലാം ഓർത്തുകൊണ്ട് അവൻ ഈ പണം വളരെ മനോഹരമായ രീതിയിൽ പ്രയോജനപ്പെടുത്തി ഒരു സ്വർണ്ണക്കട തന്നെ അവൻ തയ്യാറാക്കി. കുറച്ച് അവിടെ നല്ല ബിസിനസ്സും കാര്യങ്ങളുമായി അവൻ അവിടുത്തെ ഒരു പ്രസക്ത കുബേരനായി മാറി. അങ്ങനെയിരിക്കെയാണ് മഞ്ജരി അതുവഴി ഒരു ദിവസം പോകുകയും ആ സ്വർണ്ണക്കട കണ്ട് അവൾക്ക് അത്ഭുതം തോന്നി. ഒരു ദിവസം അവൾ ആ കടയിൽ കയറി മനോഹരമായ നല്ല ഡിസൈനുകൾ, നല്ല മാലകൾ, നല്ല കമ്മലുകൾ, നല്ല വളകൾ എല്ലാം അവൾ നോക്കിക്കണ്ടു വെച്ചപ്പോൾ അകത്തു നിന്നും ഒരു കണ്ണ് പുറത്തേക്ക് വന്നു. അത് മറ്റാരുമായിരുന്നില്ല, അവളെ സ്നേഹിച്ചിരുന്ന സുഗുണൻ. അവൻ അപ്പോൾ അവളുടെ അരികിലേക്ക് വന്നില്ല. അവൻ അവിടെ തന്നെ ഇരുന്നു. അവൾ ഇതെല്ലാം നോക്കിക്കണ്ട് അവൾ പോയി. ഒരു ദിവസം അവൾ അവിടെ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണം എന്ന് കരുതി അവൾ വരുമ്പോൾ ആ മുതലാളി കസേരയുടെ അത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് മുതലാളിയോട് ചോദിക്കണം, മുതലാളിയോട് ചോദിച്ചാൽ മാത്രമേ അതിൻ്റെ വിശദ വിവരങ്ങൾ അറിയാൻ കഴിയൂ. അങ്ങനെ അവൾ നേരെ മുതലാളിയുടെ മുറിയിലേക്ക് പോയി. മുതലാളിയെ കണ്ടതും മഞ്ജരി അത്ഭുതത്തോടെ ഞെട്ടി. ഇതെന്ത് ഭയം, എങ്ങനെ സംഭവിച്ചു, എന്ത് സംഭവിച്ചുകൂടാ എന്ന് നീയാണോ തീരുമാനിക്കുന്നത്? എങ്കിലും അവിടെയുള്ള സ്നേഹം കൊണ്ട് നീ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? നിൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞില്ലേ? നിനക്ക് എത്ര കുട്ടികളുണ്ട്? വിവാഹം? എൻ്റെ വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല. എൻ്റെ വിവാഹം കഴിയണമെങ്കിൽ എന്നെ വേണ്ടാതെ തള്ളിക്കളഞ്ഞിട്ട് പോയ ആ മനുഷ്യൻ എന്നെങ്കിലും തിരിച്ചു വരും. എൻ്റെ മനസ്സ് പറയുന്നു അദ്ദേഹത്തിനൊന്നും സംഭവിച്ചിട്ടില്ല, അദ്ദേഹം തിരിച്ചു വരും എന്ന് അവളുടെ മനസ്സ് പറയുന്നു. അങ്ങനെ അവർ തമ്മിൽ കണ്ടു, സംസാരിച്ചു. കാര്യങ്ങൾ പരസ്പരം അവർ പല കാര്യങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ അവൾക്ക് ഒരു സമ്മാനം അവൻ കൊടുത്തു. നല്ല ഒരു 10 പവൻ വരുന്ന ഒരു മാല അവളുടെ കയ്യിൽ കൊടുത്തു. അവൾ അത് സന്തോഷപൂർവ്വം അവൾ സ്വീകരിച്ചു. അങ്ങനെ അവൾ വീട്ടിൽ പോയി വളരെ സാധാരണ ദിവസങ്ങളേക്കാൾ സന്തോഷവതിയായി അവൾ വീട്ടിൽ ചെന്നു. വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അമ്മേ, ഞാനിത്